എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പത്രവാർത്ത കാണിക്കാം. പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്ക്. പിന്നീട് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ വനപാലകനാണ് പരിക്ക്, പക്ഷേ പിന്നീട് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. നമ്മൾ മനസ്സിലാക്കുന്നത് പുള്ളിപ്പുലി എന്ന് പറയുന്നവൻ VVIP-യാണ്. അപ്പോൾ ഈ VVIP-യെ കൊന്നതാര്, പുലിയെ ആര് തട്ടി എന്നുള്ളതാണ് ന്യായമായിട്ടുള്ള ചോദ്യം. സംശയിക്കേണ്ടവർ വനത്തിൽ തന്നെ ഉള്ളവരാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയേ, പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് കൊടുക്കേണ്ട പോലെയുള്ള ചികിത്സ കൊടുത്തില്ലെങ്കിൽ പേ വരും. ഈ വാവൽ, നിപ്പ വൈറസൊക്കെ ഉള്ള വാവൽ കടിച്ചു പറിച്ച സാധനങ്ങൾ വല്ലതും താഴെ വീഴുന്നതോ അല്ലെ കടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളോ വല്ലതും നമ്മൾ തിന്നു കഴിഞ്ഞാൽ നമുക്ക് നിപ്പ വരുമെന്നൊക്കെയാണ് ഇവരിവിടെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വാവലിനെയൊക്കെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്. പിന്നെ നല്ല ആംബിയറുള്ള പാമ്പ് കടിച്ചാൽ ആശുപത്രി ചെല്ലാനുള്ള സമയം കിട്ടുകയില്ല, അതിനിപ്പുറം തട്ടിപ്പോവും. ഇതെല്ലാം അവയിലുള്ള വിഷവും അതിലുള്ള വൈറസും ഒക്കെ മനുഷ്യന് കയറുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിപ്പുലി ചത്തത്, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ വനപാലകനിൽ നിന്ന് വിഷം അങ്ങോട്ട് കയറിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ വനപാലകൻ എന്നാ ഉഗ്ര സാധനമാണ്. ആ പുള്ളിപ്പുലിയുടെ കഷ്ടകാലം ഈ പേപ്പട്ടി പിടിച്ചവന് പേ വരുന്നത് പോലെയും ഈ വാവൽ ചപ്പി എടുത്ത് തിന്നുന്നവന് നിപ്പ വരുന്നത് പോലെയും പാമ്പ്, ഗൗരവമുള്ള പാമ്പ് കടിച്ചാൽ ചാകുന്നത് പോലെയൊക്കെ എന്തേരം വലിയ വൈറസ് തിരിച്ച് കയറിയിട്ടായിരിക്കും പുള്ളിപ്പുലി ചത്തത്. ഈ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഈ വാർത്തയ്ക്കകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പുള്ളിപ്പുലിയുടെ ശരീരത്തിൽ മാസങ്ങളോളം പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. രണ്ട്, തിരച്ചിൽ നടത്തുന്നതിനിടെ പുള്ളിപ്പുലി വനപാലകനെ ആക്രമിച്ചു. ഉടനെ വനപാലകൻ കയ്യിലുണ്ടായിരുന്ന തോക്ക് വെച്ച് ആകാശത്തേക്ക് വെടിവെച്ച് പുലിയെ അകറ്റി. പിന്നീട് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. അപ്പോൾ ഈ തോക്ക് വെച്ച് ആകാശത്തോട്ട് വെടിവെക്കുമ്പം നമ്മൾ പണ്ട് കേരളത്തിൽ കേട്ടിട്ടുണ്ട്, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു 3 പേര് മരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടെങ്കിലും ഈ പുലിയെ സംബന്ധിച്ച്, പുലിയെ ഓടിക്കാൻ ആകാശത്തേക്ക് വെടിവെച്ചപ്പം പുലി എങ്ങനെയാണ് മരിച്ചത്? കാരണം പുലി മനുഷ്യനെ പോലെയല്ല, വിലയുള്ള സാധനമാണ്. അപ്പം VVIP-യാണ്. പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്ന ഒരു ന്യായമുണ്ട്, സ്വാഭാവികമായി തീറ്റയെടുക്കാൻ പറ്റാത്ത വിധം ക്ഷീണമുണ്ടായിരുന്ന പുലി പരിക്കുകൾ മൂലമാണ് ചത്തതെന്ന് നിഗമനം. അപ്പോൾ ചോദ്യങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ മാസങ്ങളായി പുലിക്ക് പഴക്കമുള്ള മുറിവുണ്ടെങ്കിൽ വനപാലകരിത് കണ്ടില്ലേ? രണ്ട്, ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലേ? പിന്നെ ഈ വനപാലകരുടെ ഉത്തരവാദിത്തം എന്താ? ഇത്രയും VVIP ആയ പുലിയെ ഇവർ ശ്രദ്ധിച്ചില്ലേ? ഇതെല്ലാം നമ്മൾ ചോദിക്കുമ്പം ഇതിനകത്ത് സ്വാഭാവികമായി ഒരു രസം കൂടെ കിടപ്പുണ്ട്. സ്വാഭാവികമായി തീറ്റയെടുക്കാൻ പറ്റാത്ത വിധം ക്ഷീണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് വനപാലകനെ ആക്രമിക്കുന്നത്? നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. അതിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ഒരു സംതിങ് മിസ്റ്റേക്കുകളില്ലേ? മിസ്റ്റേക്കുകളുണ്ടെന്നുള്ള ഉറപ്പ്. അത്യാവശ്യം ബോധമുണ്ടേ അറിയാം, പുലി ആക്രമിച്ചു, പുലിയെ തട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, തട്ടിക്കാണാം. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? 5-6 വർഷം മുമ്പ് തൊടുപുഴയിൽ ഒരു പുലി നാട്ടിലിറങ്ങിയിട്ട് കൂട്ടമായിട്ട് അവിടെ ഇവിടെ എല്ലാ ആൾക്കാരെ ആക്രമിച്ചു. അവസാനം അത് ടൗണിലോട്ടെങ്ങാണ്ട് വന്നിട്ട് ഓട്ടോറിക്ഷക്കാരെ എങ്ങാണ്ട് ആക്രമിച്ചു, നാട്ടുകാരെ കയറി കൂട്ടമായിട്ട് അവിടെ ഇവിടെ എല്ലാം ആക്രമിക്കാൻ തുടങ്ങിയപ്പം ആൾക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെടിച്ചട്ടിയും പട്ടിക കഷ്ണങ്ങളും ഒക്കെ വെച്ച് രക്ഷാപ്രവർത്തനം അങ്ങ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് സ്വയരക്ഷയുടെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പട്ടിക വെച്ച് രക്ഷാപ്രവർത്തനം ചെയ്തപ്പം പുലി അങ്ങ് ചത്തു എന്നുള്ളതാണ് സത്യം. ഇതെന്നാ ചെയ്തെന്നറിയോ? വഴിയെ പോയ നാട്ടുകാർക്കെതിരെ മുഴുവൻ കേസ്. പിന്നീട് ആ കേസിൻ്റെ പുറത്ത് കേസ്, ഫോറസ്റ്റ് വണ്ടിക്ക് കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് കേസ്. അത് തൊടുപുഴയിലുള്ളവർക്കൊക്കെ അറിയാം, ഒരുമാനപ്പെട്ടവർക്കൊക്കെ അറിയാം. കുറേ കാലത്തിന് നാട്ടുകാർക്ക് കോടതി കയറി ഇറങ്ങി നടക്കാൻ ആവശ്യത്തിന് മിച്ചം കേസായിരുന്നു. ഫോറസ്റ്റ് വണ്ടിക്കിട്ട് കല്ലെറിഞ്ഞെന്നും പറഞ്ഞ് പിന്നെയും കേസ് കൊണ്ട് കൊടുത്തു. അവസാനം കേസോട് കേസായപ്പോൾ എനിക്ക് തോന്നുന്ന തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറഞ്ഞു കാണും, ഇങ്ങനെ വഴിയെ പോകുന്ന കേസെല്ലാം കൂടെ ഞങ്ങൾക്ക് എതിരെ എടുക്കാൻ പറ്റിയല്ല, ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞു കാണും. എന്നതാണേലും വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ സെക്ഷൻ 11 അതിൻ്റെ ബ്രാക്കറ്റിൽ 2 പ്രകാരം വനപാലകനെ ആക്രമിച്ചാൽ പിന്നീട് പുലി ചാകും, കേസില്ല. പക്ഷേ നാട്ടുകാരനെ പുലി ആക്രമിച്ചാൽ സ്വയരക്ഷയില്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി വല്ല പട്ടിക കഷ്ണം എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാരൻ്റെ ഉണ്ടോ തോക്കുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, സ്വയരക്ഷയ്ക്ക് വെച്ച് കൊടുത്തേക്കുന്ന തോക്ക് പോലും ഇപ്പം വെടിവെക്കാൻ പറ്റിയാലെന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും കാട്ടുപന്നിക്ക് ഒരു തോക്ക് കൊടുക്കും, മനുഷ്യനെ കിട്ടിയാൽ തട്ടിയേക്കാൻ പറയും.
മനുഷ്യനെ കിട്ടിയേക്കാൻ തട്ടിയേക്കാൻ ഒരു ഓർഡറും കൊടുത്ത് അങ്ങനത്തെ ചില കാർട്ടൂണുകൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ കാണാം കാട്ടുപന്നി തോക്കുമായിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കാട്ടുപന്നിക്ക് അതുകൂടെ കൊടുത്താലേ ഇതൊരു ജനാധിപത്യ രാജ്യമാവുള്ളൂ. അതുകൊണ്ട് ചോദ്യം, ഇവിടുത്തെ സാധാരണ പൗരന്മാർക്ക് പുലിയോ കടുവായോ ഇറങ്ങി വന്നാൽ ആര് സംരക്ഷണം കൊടുക്കും? എന്നാൽ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പുലിക്കൊരു സാമാന്യ ബോധം വേണ്ടേ? നാട്ടുകാരെ കയറി പിടിക്കുന്നത് പോലെ, നാട്ടുകാരെ കയറി ആക്രമിക്കുന്ന പോലെ ഈ മണ്ടം പുലി വനപാലകരെ ആക്രമിക്കാൻ ചെന്നാൽ അവർക്ക് സ്വയരക്ഷയ്ക്ക് സെക്ഷൻ 11(2) പറഞ്ഞ വകുപ്പുണ്ടാവും. അവന്മാർ പൂച്ചി തൂരക്കളയും. ഇത് ഈ മണ്ടം പുലി മനസ്സിലാക്കണ്ടേ? പുലി പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കണം, നാട്ടിലിറങ്ങി നാട്ടുകാർക്കിട്ട് കയറി ആക്രമിക്കുന്ന പോലെയും നാട്ടുകാരെ കൊല്ലുന്നത് പോലെയും അല്ല. ചോദിക്കാൻ ആളില്ലാത്ത നാട്ടുകാരുടെ പുറത്ത് ഏത് പുലി കയറിയാലും ഏത് പുലി എന്നാ ചെയ്താലും ചോദിക്കാൻ ഇവിടെ ഒരുത്തനും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നേരെ തിരിഞ്ഞാൽ, വനപാലകർക്ക് നേരെ തിരിഞ്ഞാൽ പുലി വിവരം അറിയുമെന്ന് ആ പുലി ഇപ്പോൾ അറിഞ്ഞു. ഇനി ആ പുലിയുടെ സ്വന്തക്കാരോടും കൂടെ അത് അറിയിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും, ഞാനിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, വനപാലകർക്കെതിരെ തിരിഞ്ഞാൽ പുലിയല്ല, ആനയല്ല, സിംഹമല്ല, കടുവയല്ല, എന്നവനാണേലും സെക്ഷനും ഉണ്ട്, നിയമമുണ്ട്, അവരത് നടപ്പാക്കുകയും ചെയ്യും. ജനങ്ങൾക്കെതിരെ ചെയ്താൽ, ജനം വല്ലതും ചെയ്താൽ കേസും വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.